ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ന്യൂ ഇയർ ആശംസകൾ. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യുന്ന റെസിപ്പി നല്ല കിഡിലം ടേസ്റ്റിൽ ഒരു പനീർ ബിരിയാണിയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ഉഗ്രൻ ടേസ്റ്റുമാണ് കേട്ടോ. അപ്പം നമുക്ക് ഒന്ന് കാണാം ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. സബോള ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഞാൻ ഒരു മീഡിയം സൈസിലുള്ള 3 സബോള വളരെ നൈസായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സബോള കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് കൈകൊണ്ടൊന്ന് തിരുമ്മിയെടുക്കണമെന്ന് വിചാരിച്ചാണ്, ഞാനത് വിട്ടുപോയി. പ്രശ്നമില്ല, വളരെ നൈസായി അരിഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് ഇതിളക്കത പെട്ടെന്ന് തന്നെ വിടർന്ന് വരുന്നുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ചെറുതായി കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ അതേ നമ്മുടെ സബോള ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഒരു 10-15 സെക്കൻഡ് കൂടെ മതി, അപ്പോൾ തന്നെ റെഡിയാവും. ഇവിടെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിനി നമുക്ക് ഈ ഓയിലിൽ നിന്ന് കോരിയെടുക്കാം. ഞാനിപ്പോൾ അതാ ഒരു ടിഷ്യൂയിലേക്കാണ് കോരിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒട്ടും എണ്ണയുടെ അംശം ഉണ്ടാകാതെ നമുക്ക് കിട്ടും. നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഇനി നമുക്കിത് കൈ കൊണ്ടൊന്ന് വിടർത്തി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ അത് കിട്ടും കേട്ടോ നമുക്ക്. ഇനി നമുക്ക് ഇതേ ഓയിലിലേക്ക് പനീർ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 250 ഗ്രാം പനീറാണിത്. ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയ പനീറാണ്. അധികവും ഞാൻ പുറത്തുനിന്ന് വാങ്ങാറില്ല. ഇതിപ്പോൾ ഉണ്ടായിരുന്നില്ല വീട്ടിൽ, അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വാങ്ങിയതാണ്. അപ്പോൾ ഇതൊരല്പം വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ചെറിയ പീസ് വേണമെങ്കിൽ നമുക്ക് ആക്കിയെടുക്കാം. അതവിടെ ഫ്രൈ ആകുന്നുണ്ട്. ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ പനീർ ഒരു 3-4 മിനിറ്റ് മതി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താണ്. അത് നമുക്ക് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു കപ്പോളം തൈരെടുത്തിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ ബിരിയാണി മസാല. ഈ ബിരിയാണി മസാല ചേർക്കുമ്പോഴാണ് നമ്മുടെ ബിരിയാണി ഒരു വെറൈറ്റി ആയിട്ട് മാറുന്നത് കേട്ടോ. നല്ല കിടിലം ബിരിയാണി മസാലയാണിത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സബോളയിൽ നിന്ന് കുറച്ച് മാത്രം എടുത്തിട്ട് കണ്ടോ നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ചേർത്തിട്ടുള്ള സവോളയൊക്കെ പൊടിഞ്ഞ് നന്നായിട്ട് ഇതിലേക്ക് മിക്സായി വരണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് പനീർ ചേർത്ത് കൊടുക്കാം. കണ്ടോ, പനീർ നല്ല സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ് ഈ ചൂട് വെള്ളത്തിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമ്മുടെ പനീർ. ഇനി നമുക്ക് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള അരി വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു കടായിലേക്ക് ഞാൻ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരല്പം കൂടുതൽ തന്നെ വെള്ളം വെച്ച് കൊടുക്കാം. ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 3 ബേ ലീഫാണ്. അടുത്തതായിട്ട് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം. ജാതിപത്രി, ചെറിയ ജീരകം, കുറച്ച് കുരുമുളക്, ഒരു കഷ്ണം പട്ട, 2 കറുത്ത ഏലയ്ക്ക, 2 ഗ്രാമ്പു, 3 സാദാ ഏലയ്ക്ക, ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക്. ഇനി നമ്മൾ പനീർ ഇട്ട് വെച്ച ചൂടുവെള്ളം ഉണ്ടല്ലോ, അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൽ ഓയിലിൻ്റെ അംശം ഉണ്ടായിരുന്നു, അത് നമുക്ക് ഈ അരി വേകുന്നതിലേക്ക് നല്ലതാണ്, അതുകൊണ്ടാണ് അത് ഒഴിച്ചു കൊടുത്തത്. ഇനി ഒരു നാരങ്ങയുടെ പകുതി കൂടി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ച് വയ്ക്കാം. വെള്ളം നല്ലതുപോലെ തിളച്ച് വരുന്നത് വരെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇതാ വെള്ളം ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനൊരു 15 മിനിറ്റ് ബസ്മതി അരി
വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ അരി ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ക്ലിപ്പ് അങ്ങോട്ട് മിസ്സായി കേട്ടോ. ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട് അരി ചേർത്ത് കൊടുത്തിട്ട്. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. നമുക്കൊന്ന് നോക്കാം. വെന്തിട്ടില്ല എങ്കിൽ നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ജസ്റ്റ് കണ്ടോ, ഒന്നും ആയിട്ടില്ല. ഒരു 10 മിനിറ്റോളം എടുക്കും കേട്ടോ ഈ അരി ഒന്ന് വെന്ത് വരാനായിട്ട്. അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഒരു 3/4 ഭാഗത്തോളം വെന്താൽ മതി. ഇപ്പോൾ അരി ഇവിടെ വെന്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമ്മൾ ലെയർ ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ളത് വെന്തോളും. അല്ലെങ്കിൽ നമ്മുടെ ബിരിയാണി കുഴഞ്ഞു പോകും. ഇനി ഇത് ഞാൻ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി വെള്ളമൊക്കെ വാർന്നു പോകാനായിട്ട് വെക്കുന്നുണ്ട്. ഇനി ഞാൻ അതേ കടായി തന്നെ അതിലുള്ള ഓയിലൊന്ന് അരിച്ചെടുത്താണ് കേട്ടോ. അല്ലെങ്കിൽ സവോളയൊക്കെ കരിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അതിൽ നിന്ന് ഒരു 4-5 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ പൊടിയായി അരിഞ്ഞെടുത്ത 2 ചെറിയ സവോള അതുകൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നിറച്ച് 1 ടീസ്പൂൺ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അടിയിൽ പിടിക്കാതെ നല്ലോണം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തിയാണ്. എല്ലാവരും കാണാൻ ശ്രമിക്കുമെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് നല്ല പച്ചമണമൊക്കെ മാറി നല്ല മണം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്യാം. മഞ്ഞൾപ്പൊടിയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇപ്പോൾ ഒരു നല്ല പച്ചമണമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മാറി നല്ലൊരു സ്മെല്ല് വന്നോട്ടെ. അപ്പോൾ അതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് മഞ്ഞൾപ്പൊടി. ഇനി നമുക്കൊരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2-3 ചെറിയ തക്കാളിയായിരുന്നു, അതുകൊണ്ട് ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട് ഞാൻ. അതങ്ങ് ചേർത്ത് കൊടുത്തു. അതും പൊടിയായി അരിഞ്ഞെടുത്തിട്ടുള്ളത്. നല്ലതുപോലെ നമുക്കിത് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വരുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനോട് ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുന്നത്. അപ്പോൾ ഈ തക്കാളി ഏകദേശം ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചതിൽ നിന്ന് കുറച്ച് സവോള എടുത്തിട്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള പനീർ ഇതിലേക്ക് ആ മസാലയോട് കൂടി തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഈ മസാലയ്ക്ക് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒട്ടും വേസ്റ്റ് ആക്കണ്ട. ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ നമ്മളിപ്പോൾ ചേർത്ത ഈ തൈരിൽ നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. ആ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ നല്ലതുപോലെ ഈ ഓയിലിൽ കിടന്നിട്ട് മാറി നല്ലവണ്ണം ഫ്രൈ ആയി വരണം. ഓയിലൊക്കെ ഇവിടെ തെളിഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചോറ് വെച്ചില്ലേ, അതിൽ നിന്ന് കുറച്ച് വെള്ളം ഒരു 2-3 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ബിരിയാണിക്ക് കിട്ടുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ മസാലകൾ ഇട്ടാണല്ലോ ചോറ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മസാലയുടെ ഫ്ലേവറും ഒക്കെ കൂടെ ആകുമ്പോൾ നമ്മുടെ ബിരിയാണി നല്ല കിടിലമായി തന്നെ കിട്ടും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ കറിക്ക് ഒരല്പം ഗ്രേവി കൂടെ വേണമല്ലോ, അതുകൂടെ കൊണ്ടാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ഈ
ഇതിൽ നിന്ന് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തിക്ക് പൂരിക്ക് ഒക്കെ നല്ലൊരു കറിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ലെയർ ചെയ്യാം. അതിന് വേണ്ടി ഒരു കടായി ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ച നമ്മുടെ പനീർ മസാല ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ ദം ചെയ്യുന്നില്ലേ, അതേപോലെ തന്നെ ഇതിങ്ങനെ ഒരു ലെയർ നമ്മുടെ ഈ പനീർ മസാല ചേർത്ത് കൊടുക്കാം. വളരെ അടിപൊളി ഒരു നല്ല സ്മെല്ലാണ് കേട്ടോ വരുന്നത് ഈ ഒരു കറിയുടേത്. ഇനി കുറച്ച് പുതിനയും മല്ലിയിലയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവോള, ഇനി നമ്മൾ വേവിച്ച് വെച്ച ചോറ് നമ്മൾ ഇടുമ്പോൾ ആ ബേ ലീഫ് ഒന്നും കളയാതെ തന്നെ ഇടുക കേട്ടോ. പിന്നെ ആ കറുത്ത ഏലയ്ക്ക വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാം, അത് മാറ്റുന്നതാണ് നല്ലത്. അത് വല്ലാത്തൊരു ഫ്ലേവറാണ് അതിൻ്റെ കുറേ കഴിയുമ്പോൾ. കുറച്ച് അപ്പോഴൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല, ഒരുപാട് സമയമാകുമ്പോൾ നമുക്കത് അത്ര ഇങ്ങോട്ടൊരു സുഖം ഉണ്ടാവില്ല. നമ്മുടെ സാധാ ഏലയ്ക്ക പോലെ അല്ലത്. അപ്പോൾ ബേ ലീഫൊക്കെ കളയാതെ ഇതിലിട്ടിട്ട് ആ ഒരു ഏലയ്ക്ക വേണമെങ്കിൽ നിന്ന് മാറ്റിക്കളയുന്നത് നല്ലതാണ്. ഒരു ചെറിയൊരു കുത്തലുണ്ടാവും ആ ഏലയ്ക്കയ്ക്ക്. ഇനി നമ്മൾ ചോറും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 2 പച്ചമുളക് ഒന്ന് പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. പിന്നെ നേരത്തെ നമ്മൾ എടുത്തിട്ടുള്ള ബിരിയാണി മസാലയിൽ നിന്ന് ഒരല്പം ഇതുപോലെ വിതറി കൊടുക്കാം. ഈ ബിരിയാണി മസാല ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. SS ബിരിയാണി മസാല എന്നാണ് ഇതിൻ്റെ പേര്. ഞാൻ ആദ്യമായാണ് ഇത് വാങ്ങുന്നത്. നല്ല ഫ്ലേവറാണ്, സൂപ്പർ ഫ്ലേവറാണ്. ഇനി നമ്മളിതിലേക്ക് വീണ്ടും കുറച്ച് സവോള ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില പുതിനയിലയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാലയിൽ പനീർ മസാലയിൽ നല്ലതുപോലെ ഓയിലുണ്ട്, അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രമാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ബാക്കി വന്നിട്ടുള്ള പനീർ മസാല കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മസാലയൊക്കെ നല്ല അടിപൊളി സോഫ്റ്റായിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ പനീർ ഇതിൽ നിന്ന് കഴിക്കാനായിട്ട്. ശരിക്കും പറഞ്ഞത് പനീറാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല, അതേപോലെ ഇരിക്കും നമ്മളിത് കഴിച്ച്. ഇതൊന്ന് ശരിക്കും പറഞ്ഞാൽ തണുത്ത് കഴിയണം, അപ്പോഴാണ് ഈ മസാലയിലൊക്കെ ഈ പനീറിലേക്കൊക്കെ നല്ലതുപോലെ ഈ മസാല പിടിച്ചിട്ട് അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഒട്ടും ഈ ഗ്രേവി ഒന്നും കളയാതെ ഇതെല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുഴുവനായി നമ്മൾ ബിരിയാണി മസാല നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തേക്കൊന്ന് ആക്കി കൊടുക്കുക ഇത്. ഇനി ബാക്കി വന്ന ചോറ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഈ കറുത്ത ഏലക്ക ഉണ്ടല്ലോ, ഇതെങ്ങി മാറ്റാം നമുക്ക്. അത് കണ്ടോ, ഇത് കുറച്ചുകൂടി ഒന്ന് വലുതായി വരും വെന്ത് വരുമ്പോഴത്തേക്ക്. നന്നായിട്ട് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി നേരത്തെ പോലെ തന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് സവോള ഫ്രൈ ചെയ്തതും ഒരല്പം നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഞാനൊരു 15 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അടിയിൽ തവയൊന്നും വെച്ചിട്ടില്ല, വളരെ ലോയിലാണ് ഫ്ലെയിം വെച്ചിട്ടുള്ളത്. ഇനി ഞാനിതൊന്ന് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു അരമണിക്കൂറിന് ശേഷം മാത്രമേ ഞാനിത് കഴിക്കാനായിട്ട് സെർവ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അതുവരെ ഇങ്ങനെ വെച്ചേക്കും ഞാനിത്. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പനീറിനൊക്കെ നല്ല ടേസ്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം ഞാൻ പാത്രം തുറന്നിട്ട് എന്താ ഒരു സ്മെല്ലെന്നറിയോ, സൂപ്പർ സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ ഏകദേശം പൂർണ്ണമായിരിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ന്യൂ ഇയർ ആശംസകൾ അറിയിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.